ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയിട്ടുള്ള ട്രൂ ആൻഡ് ഫാൾസ് മങ്കി കിങ് എന്ന സിനിമയാണ്. അപ്പോൾ എങ്ങനെയാ, നമുക്കിപ്പോൾ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ആകാശവും ഭൂമിയും വേർപിരിഞ്ഞ ആ പഴയ കാലഘട്ടം. സ്വർഗം, ഭൂമി, നരകം എന്നീ 3 ലോകങ്ങളും സ്വന്തം വരുതിയിലാക്കി ഒടുവിൽ അവയെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഉറപ്പിച്ച ഒരു ഭീകരയായിട്ടുള്ള രാക്ഷസി ഉണ്ടായിരുന്നു. എന്നാൽ അവൾ ആ 3 ലോകങ്ങളുടെയും നിയന്ത്രണം പിടിച്ചടക്കുന്നതിന് മുൻപ് തന്നെ ദേവന്മാരും ബുദ്ധ സന്യാസികളും ചേർന്ന് അവളെ കീഴടക്കുകയും ഒരു വലിയ മലയ്ക്കുള്ളിൽ തടവിലാക്കുകയും ചെയ്യാണ്. അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് മങ്കി കിങ്ങും അവന്റെ മാസ്റ്ററും പന്നിയുടെ ശക്തികളുള്ള ഒരു മൊട്ടത്തലയൻ അസുരനും വാൾപ്പായിട്ടിലൊക്കെ പുലിയായിട്ടുള്ള മറ്റൊരു മീശക്കാരനും ചേർന്നിട്ട് ഒരു വലിയ യാത്ര നടത്തുന്നുണ്ട്. സഖാ വൗൾച്ചർ എന്നു പേരുള്ള ഒരു മലയ്ക്ക് മുകളിൽ ഈ മാസ്റ്ററിന്റെ കയ്യിലുള്ള ഒരുപാട് ശക്തമായിട്ടുള്ള ആ മന്ത്രവടി സ്ഥാപിച്ചാൽ ഈ ലോകത്തെ സകല അസുരന്മാരും എന്നേക്കുമായി നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി തകർക്കാനായിട്ട് മലയ്ക്കുള്ളിൽ കഴിയുന്ന ആ രാക്ഷസി അസുരന്മാരെ ഓരോരുത്തരായി ഇവരുടെ വഴിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഉണ്ടാവുന്ന എല്ലാ യുദ്ധങ്ങളിലും നമ്മുടെ മങ്കി കിങ് അവരെ തോൽപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണ്. ഭീകരമായിട്ടുള്ള ആ ഒരു യുദ്ധത്തില് നമ്മുടെ മങ്കി കിങ്ങും ഈ അസുരന്മാരും നന്നായിട്ട് തന്നെ പോരാടുന്നുണ്ട്. യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് അവരവരുടെ യാത്ര തുടരുകയാണ്. ഇതേ സമയത്ത് വാങ് എന്ന പേരുള്ള ഒരാൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. വാങ് ജീവന് തുല്യം സ്നേഹിക്കുന്ന അവന്റെ കാമുകിയായിരുന്നു അത്. അവനിപ്പോ ഓടി വന്നിട്ട് അവളെ മടിയിലേക്ക് കിടത്തുന്നുണ്ട്. ഇവളാണ് ഈ കഥയിലെ നായിക. നിനക്ക് എന്താ പറ്റിയേ? നിന്നെ ആരാ ഇങ്ങനെ പരിക്കേൽപ്പിച്ചത്? ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ അവൻ ഉറക്കെ അലറി കരഞ്ഞു പറയുന്നുണ്ട്. അവളിപ്പോ താങ്ങിയെടുത്തിട്ട് ഒരു തോണിയിലേക്ക് കയറ്റാണ്. പിന്നെ ആ കറുത്ത കടലിലൂടെ അവൻ അതിശക്തമായിട്ട് തോണി മുന്നോട്ടേക്ക് തുഴയുന്നുണ്ട്. വലിയ തിരമാലകളും കൊടുങ്കാറ്റും എല്ലാം ആഞ്ഞു വീശിയിട്ടുണ്ടെങ്കിലും അവന്റെ പ്രണയിനിയുടെ ജീവൻ രക്ഷിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ അവൻ അതൊന്നും വകവയ്ക്കാതെ തന്നെ മുന്നോട്ടേക്ക് തുഴയാണ്. കുറെ ദൂരം ചെല്ലുന്ന സമയത്ത് ഒരു വലിയ തിര ഇവരുടെ ഈ ഒരു തോണിയിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ബോധം വന്നിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ വാങ്ങിന്റെ തോണിക്ക് മുന്നിലായിട്ട് വലിയൊരു മല അവൻ കാണാണ്. കടലിന് നടുവിലുള്ള ആ മലയിൽ തടവിലാക്കപ്പെട്ടിരുന്ന രാക്ഷസിയെ കാണാൻ തന്നെയായിരുന്നു വാങ് വന്നിട്ടുണ്ടായിരുന്നത്. മന്ത്രവാദിനിയെ കണ്ടതും വാങ് അവളുടെ മുന്നിൽ വിറച്ചുകൊണ്ട് മുട്ടുകുത്തി, ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ ഇവളെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ, എങ്ങനെയെങ്കിലും എന്റെ പ്രണയിനിയുടെ ജീവൻ തിരിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രാക്ഷസിയുടെ കാൽക്കൽ വീണിട്ട് വാങ് കരയാണ്. അവന്റെ നിലവിളി കണ്ടിട്ടുള്ള ആ മന്ത്രവാദിനി ക്രൂരമായിട്ട് ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ശരി, നിന്റെ ഈ കാമുകയെ ഞാൻ രക്ഷിക്കാം, എന്നാ എനിക്ക് അതിന് പകരമായിട്ട് നീ ഒരു സഹായം ചെയ്തു തരണം. വടക്ക് ദിക്ക് ലക്ഷ്യമാക്കി മങ്കി കിങ്ങും അവന്റെ മാസ്റ്ററും അടങ്ങുന്ന ആ സംഘം യാത്ര ചെയ്യുന്നുണ്ട്. അവർ സഖാവോത്സൽ മറയിലെത്തിയിട്ടുണ്ടെങ്കിൽ മാസ്റ്ററിന്റെ കൈവശമുള്ള ആ മന്ത്രവടി അവിടെ സ്ഥാപിച്ചാല് നമ്മുടെ മുഴുവൻ അസുരകുലവും നശിച്ചു പോകും. അതുകൊണ്ട് നീ അവിടെ ചെന്ന് ആ മങ്കി കിങ്ങിനെ തോൽപ്പിച്ച് ഗുരുവിന്റെ കൈവശമുള്ള അതിശക്തമായ ആ മന്ത്രവടി നീ എനിക്ക് മോഷ്ടിച്ചു കൊണ്ടു തരണം. അത് നീ എനിക്ക് തന്നാ തീർച്ചയായിട്ടും ഞാൻ ഇവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇത് കേട്ടപ്പോ വാങ് ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. അവന്റെ കാമുകിയെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് വാങ് ആ ക്രൂരമായിട്ടുള്ള ഉത്തരവിന് യാതൊരു മടിയും കൂടാതെ സമ്മതം മൂളി. മന്ത്രവാദിനിയുടെ കറുത്ത ശക്തി വാങ്ങിന്റെ രൂപം മാത്രമല്ല മാറ്റിയത്, മങ്കി കിങ്ങിന്റെ അതേ ശരീരപ്രകൃതിയും അതിമാനുഷിക ശക്തികളും അവനിലേക്ക് പകർന്നു നൽകപ്പെട്ടു. എന്നാൽ ഈ ഭീകരശക്തി അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച ആ നിമിഷം തന്നെ തന്റെ പ്രാണനേക്കാൾ വാങ്ങ് സ്നേഹിച്ച അവന്റെ പ്രണയനെക്കുറിച്ചുള്ള സകല ഓർമ്മകളും അവന്റെ തലച്ചോറിൽ നിന്നും പൂർണ്ണമായി മാഞ്ഞു പോവാണ്. അങ്ങനെ എല്ലാം മറന്ന് സാക്ഷാൽ മങ്കി കിങ് തന്നെയാണെന്ന ഭാവത്തിൽ വാങ്ങിപ്പോ കണ്ണുകൾ തുറക്കാണ്. നോക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് മങ്കി കിങ്ങിന്റെ ഗുരു നിൽക്കുന്നുണ്ടായിരുന്നു. ഗുരു സ്നേഹത്തോടെ, നീ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ? നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്. അതിന് നീ പിണങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴും നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? അതാണോ നീ മാറിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വാങ് ഒട്ടും പതറാതെ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഏയ് മാസ്റ്റർ, അങ്ങനെയൊന്നുമല്ല, ഞാൻ ടയേർഡ് ആയതുകൊണ്ടാണ് ഉറങ്ങിപ്പോയത്. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നുണ്ട്. ഇവര് കുറെ നാളുകളായിട്ട് മുഴു പട്ടിണിയിലായിരുന്നു. ഈ യാത്രയിൽ ഇവരെല്ലാവരും തന്നെ ഭിക്ഷ എടുത്തിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് അവരിപ്പോ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. ഓരോ ഗ്രാമത്തിലും ആരൊക്കെയാണ് പിച്ചെടുക്കേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നമ്മുടെ മാസ്റ്ററിനാണ് നറുക്ക് വേണ്ടിയുള്ളത്. മാസ്റ്റർ ഇപ്പോൾ ഈ ഗ്രാമത്തിലെ റോഡരികിലുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങില് മദ്യപിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആളുകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് ഇപ്പോൾ ഭിക്ഷ ചോദിക്കുന്നുണ്ട്. എന്നാൽ മദ്യലഹരിയിലായിരുന്ന ഇവരെല്ലാവരും മാസ്റ്ററിനെ കുറെ ചീത്ത പറയാണ്. പേടിച്ചു പോയിട്ടുള്ള മാസ്റ്റർ ഇപ്പോൾ തിരിഞ്ഞു നടക്കുന്നുണ്ട്. മാസ്റ്റർ ഇങ്ങനെ വെപ്രാളപ്പെട്ട് വരുന്നതിന്റെ ഇടയിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു കുടുംബം കെട്ടിയ ആളുടെ മേത്തേക്ക് ഇടിക്കുകയാണ്. അയാളിപ്പോൾ മാസ്റ്ററിനോട് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. എന്നാൽ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവനോട് സോറിയൊക്കെ പറഞ്ഞിട്ട് ഇവരാരാണ്, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയാണ്. ഇത് കേട്ട സമയത്ത്
സമയത്ത് തന്നെ കുടുംബയുടെ കണ്ണു തള്ളി പോകുന്നുണ്ട്. മാസ്റ്റർ, ഇത് നിങ്ങളായിരുന്നോ? ഞങ്ങളെയൊക്കെ ആ ഒരു അസുരന്മാരിൽ നിന്നും രക്ഷിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ് നിങ്ങൾ എന്നൊക്കെ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളെ മുഴുവൻ കൂട്ടുന്നുണ്ട്. മാസ്റ്റർ, നിങ്ങളുടെ പാദസ്പർശം ഈ ഭൂമിയെ ധന്യമാക്കിയിരിക്കുക എന്നൊക്കെ ആശാനിപ്പോൾ വിളിച്ചു പറയാണ്. അന്ന് രാത്രി ഈ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മാസ്റ്ററിനും ടീമിനും വേണ്ടി ഇവിടെ ഒരു വിരുന്നൊരുക്കുന്നുണ്ടെന്നും തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കും ഇപ്പോൾ ഭക്ഷണമാണല്ലോ ആവശ്യമുള്ളത്, അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു ക്ഷണം സ്വീകരിക്കുകയാണ്. അന്ന് രാത്രി വിരുന്നില് മങ്കി കിങ്ങും ബാക്കിയുള്ളവരും ചേർന്നിട്ട് നല്ല മാക്ക് നടിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മങ്കി കിങ്ങും മാസ്റ്ററും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്നിട്ട് ഇവരെ ഒരുമാതിരി അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഈ വിരുന്നിലേക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കുടുംബയുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു മഴ നിലത്തേക്ക് വീഴുന്നുണ്ട്. പണി പാളിയെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി ഇപ്പോൾ മുന്നോട്ടേക്ക് വരികയാണ്. കുടുംബം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള മന്ത്രവടി ഈ രാക്ഷസിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഞങ്ങളുടെ ഈ ഗ്രാമം നശിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പ്ലീസ് നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് തന്നൂടെ എന്നിങ്ങനെ അവനിപ്പോൾ ചോദിക്കുകയാണ്. എന്നാൽ മാസ്റ്ററും വാങ്ങും അതിന് തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ ഗ്രാമവാസികൾ മുഴുവനും ആയുധങ്ങളും എടുത്തിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. ഇങ്ങനെ ഇവിടെ ഈ ഒരു യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ അസുര കുലത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനിപ്പോ നമ്മുടെ മീശക്കാരനെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ ലക്ഷ്യവും ആ ഒരു മന്ത്രവടി തന്നെയാണ്. ഇതേ സമയത്ത് തന്നെ ഈ അസുരന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി കൂടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവളിപ്പോ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്തിട്ട് ആ മാന്ത്രിക വടിയെ അവിടുന്ന് പോവുകയാണ്. ഇത് കണ്ടിട്ടുള്ള വാങ്ങ് അവന്റെ ആയുധം അവൾക്ക് നേരെ എറിയുന്നുണ്ട്. ആയുധം മേത്ത് തട്ടി അതേ സമയത്ത് തന്നെ അവൾ നടുവും തട്ടി നിലത്തേക്ക് വീഴാണ്. ഈ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരും ആയിരുന്നില്ല. സിനിമയുടെ തുടക്കത്തിൽ വാങ്ങ് തോണിയിൽ കയറ്റിയിട്ട് രാക്ഷസിയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ, അവൾ തന്നെയാണത്. അതായത് വാങ്ങിന്റെ കാമുകി. പക്ഷേ രാക്ഷസി ഇവന്റെ ശരീരത്തിലേക്ക് കയറ്റിയിട്ടുള്ള ആ ഒരു പവർ കൊണ്ട് വാങ്ങ് അവന്റെ മുന്നിൽ നിൽക്കുന്നത് അവന്റെ കാമുകിയാണെന്നുള്ള കാര്യം മുഴുവനായിട്ടും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവനിപ്പോ അവളുടെ അരികിലേക്ക് നടന്നു ചെല്ലാണ്. നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മാസ്റ്റർ എന്നെ വഴക്ക് പറയും. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുകയാണ്. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഓടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഈ ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ഫൈറ്റിനിടയിൽ മാസ്റ്റർ ബോധം കെട്ടി വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ട് അസുരന്മാരും വാങ്ങും ചേർന്ന് മാസ്റ്ററേയും താങ്ങി പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇവരുടെ മുന്നിലേക്ക് മറ്റാരോ വന്ന് നിൽക്കുന്നുണ്ട്. അത് ആ ഒരു ഒറിജിനൽ മങ്കി കിങ് ആയിരുന്നു. ഞാൻ മങ്കി കിങ്, നീ മങ്കി കിങ്, അപ്പൊ മൊത്തം 2 മങ്കി കിങ്ങോ? വാങ്ങുമായിട്ട് മങ്കി കിങ് പോയി യുദ്ധം ചെയ്യാണ്. അതിഭീകരമായിട്ടുള്ളൊരു യുദ്ധം തന്നെയായിരുന്നു അത്. രണ്ടുപേരും കൂടിയിട്ട് ആകാശത്തേക്ക് പറന്നു വരുന്നിട്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാണ്. നീ ആരാടാ, നീ ആരാന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് ഒറിജിനൽ മങ്കി കിങ് അല്ല അറിയപ്പോ ഞാനാണ് ഒറിജിനൽ മങ്കി കിങ് എന്ന് വാങ്ങും വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ആകാശത്ത് ഇവര് അതിഭീകരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിനിടയിൽ രണ്ടുപേരും നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തുന്നുണ്ട്. ഇതില് ഒറിജിനൽ മങ്കി കിങ്ങിന് നല്ല രീതിയിൽ പരിക്കേൽക്കുകയാണ്. അവനിപ്പോ മെല്ലെ താഴേക്ക് വീഴാൻ തുടങ്ങി. വാങ്ങൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും അവന്റെ ശരീരത്തിൽ ആ രാക്ഷസിയുടെ സർവ്വശക്തമായിട്ടുള്ള അന്ധകാര ശക്തിയാണുള്ളത്. അതുകൊണ്ടാണ് ഒറിജിനൽ മങ്കി കിങ്ങിനെ പോലും വാങ്ങിന് തോൽപ്പിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഒറിജിനൽ മങ്കി കിങ് അതിഭീകരമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടിട്ട് ചാടി എണീക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ വെച്ച് നമ്മുടെ മാസ്റ്ററുടെ മന്ത്രവടിക്ക് വേണ്ടിയിട്ട് കുറെ അസുരന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ അസുരന്മാരുടെ ടീമിന്റെ കൂടാരത്തിലാണ് നമ്മുടെ മങ്കി കിങ് ഇപ്പോൾ ഉള്ളത്. ഇവൻ പുറത്തേക്ക് വരുന്നത് കണ്ട സമയത്ത് എല്ലാ അസുരന്മാരും നല്ല രീതിയിൽ ഷോക്കാവുന്നുണ്ട്. ഇവനെങ്ങനെ ഇവിടെ എത്തി? ഇവൻ നമ്മുടെ കൂട്ടുകാരെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി മങ്കി കിങ്ങിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ മങ്കി കിങ്ങിന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മങ്കി കിങ്ങിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഇപ്പോൾ അവളോട് ചൂടാവുകയാണ്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള നമ്മുടെ ഹീറോയിൻ തല്ലി കൊല്ലടാ ഇവനെ എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ മങ്കി കിങ്ങിന്റെ മേലെ ഒരു ചവിട്ട് നാടകം തന്നെ നടത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബഹളമൊക്കെ കേട്ടിട്ട് ഈ അസുരന്മാരുടെ ടീമിന്റെ ലീഡർ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. മങ്കി കിങ്ങിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലീഡർ വിളിച്ചു പറയുന്നുണ്ട്, എടാ നീ വാങ്ങല്ലേ, നീ എങ്ങനെ എവിടെ എത്തിയത്? അതിന് മങ്കി കിങ്, ഞാൻ വാങ്ങുന്നല്ല, ഞാൻ മങ്കി കിങ് ആണ്. എന്തോ ചെറിയ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ലീഡർ അവനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനായിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അകത്ത് ചെന്നതും നീ സത്യം പറഞ്ഞോ, നീ വാങ്ങുന്നല്ലേ എന്നിങ്ങനെ ലീഡർ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറയണം ഞാൻ വാങ്ങല്ല, മങ്കി കിങ് ആണെന്ന്? നീ പറയുന്ന വാങ്ങണ്ടല്ലോ, അവനാണ് എന്റെ വേഷം കെട്ടിയിട്ട് മാസ്റ്ററിനെയും ബാക്കിയുള്ളവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെങ്ങാനും എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടും. എന്നാൽ നമ്മുടെ മങ്കി കിങ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ലീഡറിന്റെ ആ ഒരു സംശയം മാറുന്നുണ്ടായിരുന്നില്ല. പുള്ളി വീണ്ടും അത് തന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, എന്റെ മാസ്റ്റർ ഇപ്പോൾ വലിയൊരു അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ പോയി പുള്ളിയെ രക്ഷിക്കണം. മങ്കി കിങ് വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. എന്നാൽ വാതിൽ തുറന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിനും ബാക്കിയുള്ള ആളുകളും കൂടിയിട്ട് അവിടെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മങ്കി കിങ് ഇപ്പോൾ അസുരന്മാരുടെ ആ ഒരു ക്യാമ്പ് വിട്ടിട്ട് കാട്ടിലൂടെ മെല്ലെ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പുറകിൽ നിന്നും എന്തോ ഒരു ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു കത്തി ഇവന്റെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. അത് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്
ഈ അസുരന്മാരുടെ ലീഡറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരുത്തനായിരുന്നു. അവനിപ്പോൾ പറയുന്നുണ്ട്, ചിലപ്പോൾ മാസ്റ്റർ നിന്നെ വെറുതെ വിട്ടിട്ടുണ്ടാവും, എന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഇവന്റെ നേരെ പാഞ്ഞു വരികയാണ്. അവനിപ്പോൾ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു കത്തി മങ്കി കിങ്ങിന് നേരെ വലിച്ചെറിയുന്നുണ്ട്. എന്നാൽ കത്തി മങ്കി കിങ്ങിന്റെ തൊട്ടടുത്തെത്തിയ സമയത്ത് ചില വേരുകൾ വന്നിട്ട് ആ കത്തിയെ തടയുന്നുണ്ട്. ഇതെന്താ സംഭവിച്ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയപ്പത്തേക്കും അവിടേക്ക് നമ്മുടെ ഹീറോയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് ചോദിക്കുകയാണ്, നിനക്കെന്താ പ്രാന്തായോ, നീ എന്തിനാ ഇവനെ രക്ഷിക്കുന്നേ? ഹീറോയിൻ പറയുന്നു, ഞാൻ അവനെ കൂട്ടിയിട്ട് പോകാനാണ് വന്നത്, നീ ഇവനെ കൊല്ലാൻ പാടില്ല. ഇത് കേട്ട സമയത്ത് തന്നെ ആ ഒരു അസുരന് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും ആ ഒരു അസുരനും തമ്മിൽ അവിടെ ഭീകരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഹീറോയിന് നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് സ്കിൽസ് ഉണ്ടായിരുന്നു. അവൾ തന്റെ പവറുകൾ ഉപയോഗിച്ചിട്ട് ആ അസുരനെ മാജിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില വേരുകളിൽ കെട്ടിയിടുകയാണ്. നിന്നെ ഉപദ്രവിച്ചതിന് നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വാങ്ങിനെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, നിന്റെ വാങ്ങ് മരിച്ചുപോയി. അതിന് ഹീറോയിൻ പറയാണ്, അവൻ മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറയാതെ അവന് മരിക്കാനും പറ്റില്ല, എനിക്ക് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഹീറോയിൻ ഇപ്പോൾ മങ്കി കിങ്ങിനെ കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ മങ്കി കിങ്ങിനെ കൂട്ടിയിട്ട് പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിങ്ങിലേക്കായിരുന്നു. രാത്രിയായ സമയത്ത് മങ്കി കിങ്ങിനെ കഴിക്കാനായിട്ട് കുറച്ച് നൂഡിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹീറോയിൻ പറയാണ്, വാങ്, നിനക്കൊന്നും ഓർമ്മയില്ലേ, നീയല്ലേ എനിക്ക് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പഠിപ്പിച്ചു തന്നത്? ഈ നൂഡിൽസിന്റെ റെസിപ്പി നോക്ക്, എന്ത് ടേസ്റ്റാണ്, ഇതെല്ലാം നീയല്ലേ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മങ്കി കിങ് ആണെന്നുണ്ടെങ്കിൽ, നീ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറെ നേരമായാലോ വാങ്ങുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ വാങ്ങുന്നില്ല, ഞാൻ മങ്കി കിങ് ആണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നീ ശരിക്കും മങ്കി കിങ് ആണെന്നുണ്ടെങ്കിൽ നിന്നെ ഒറ്റക്കുത്തിന് കൊന്നുകളയും പന്നി എന്ന് പറഞ്ഞിട്ട് ഹീറോയിനിപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് മങ്കി കിങ്ങിന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. ഇവക്കെന്തോ കിളി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ മങ്കി കിങ് വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ശരി ഞാൻ വാങ്ങുക തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇപ്പോൾ അത് സമ്മതിക്കുന്നുണ്ട്. ഓ അങ്ങനെയാണോ, നിനക്കിപ്പോൾ എല്ലാം ഓർമ്മ വന്നിട്ടുണ്ടോ? നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ആ ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാന്ന് നീ തന്നെയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹീറോയിൻ ഇപ്പോൾ മങ്കി കിങ്ങിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവളുടെ ഈ ഒരു ടോർച്ചർ സഹിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഹീറോയിനെ തള്ളി താഴേക്കിടാണ്. അവനിപ്പോൾ പറയുന്നുണ്ട്, ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങാന്ന് സമ്മതിച്ചത്, ഞാൻ ശരിക്കും മങ്കി കിങ് തന്നെയാണ്. നീ പറയുന്ന ഈ വാങ്ങ് എന്റെ വേഷം കെട്ടിയിട്ട് മാസ്റ്ററിനെ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. നീ എന്നെ മാസ്റ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഒറിജിനൽ വാങ്ങിനെ കാണിച്ചു തരാം. അത് മാത്രമല്ല ഞാൻ അവനെ കൊല്ലാതെ വെറുതെ വിടുകയും ചെയ്യാം. ഇതൊരു കൊള്ളാവുന്ന ഡീലാന്നുള്ളത് ഹീറോയിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അവര് ഒറിജിനൽ വാങ്ങിനെ തേടിയിട്ടുള്ള ആ ഒരു യാത്ര തുടങ്ങുകയാണ്. ഇതേ സമയത്ത് അസുരന്മാരുടെ ലീഡർ തന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു കത്തിക്കാരനോട് പറയുന്നുണ്ട്, നീ നിന്റെ ആൾക്കാരെ മുഴുവൻ കൂട്ടിയിട്ട് പോ, എത്ര പേരുടെ തല പോയാലും വേണ്ടില്ല, എനിക്ക് ആ മന്ത്രവാടി കിട്ടണം. ഇതേ സമയത്ത് തന്നെ സ്വർഗത്തില് ഒരു ദൈവത്തിനെ കാണിക്കുന്നുണ്ട്. ഈ ദൈവം ജിയാൻ എന്ന പേരുള്ള ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. തടവിലുള്ള ആ ഒരു രാക്ഷസി അവൾ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ പുറത്തേക്ക് വരാനും ഈ ലോകം നശിപ്പിക്കാനും മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ അത് നമ്മുടെ മങ്കി കിങ് ആണ്. അതുകൊണ്ട് തന്നെ നീ അവനെ കൊന്നു കളഞ്ഞേക്ക് എന്നിങ്ങനെ ദൈവം ഉത്തരവ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ ജിയാൻ ഭൂമിയിലേക്ക് വരാണ്. അസുരന്മാരുടെ കൂടാരത്തിലേക്കായിരുന്നു ജിയാൻ എത്തിച്ചേർന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അസുരന്മാരും അവരുടെ ലീഡറും ജിയാനോട് വളരെ റെസ്പെക്റ്റോടെയാണ് സംസാരിക്കുന്നത്. അസുരന്മാരുടെ ലീഡറെ അടുത്ത് ജിയാൻ ഇപ്പൊ ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്ഥലത്തല്ലേ ആ മങ്കി കിങ് ഉണ്ടായിരുന്നത്, അവൻ എങ്ങോട്ടാ പോയേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ലീഡർ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ദേഷ്യം വന്നിട്ടുള്ള ജിയാനാണെന്നുണ്ടെങ്കിൽ ഈ ലീഡറിന്റെ കഴുത്തെ പിടിച്ച് പൊക്കിയിട്ട് കാലേ വരി നിലത്തടിക്കുകയാണ്. ഇത് കണ്ടിട്ട് ആ ലീഡറിന്റെ അസിസ്റ്റന്റ് ദേഷ്യം പിടിച്ച് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ജിയാനാണെങ്കിൽ ഇപ്പോൾ തന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്ന് ഈ അസിസ്റ്റന്റിനെയും ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും തന്നെ തീർത്ത് കെട്ടുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ ഹീറോയിനും ആ മങ്കിക്കും കൂടിയിട്ട് ഒരു മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അത് പിന്നെ നിന്റെ വാങ്ങില്ലേ? അവൻ ആ രാക്ഷസിയുടെ ശക്തി ഉപയോഗിച്ചിട്ട് എന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്റെ ശരീരം മുഴുവനും അശുദ്ധമായിരിക്കുകയാണ്. എനിക്കത് ക്ലിയർ ചെയ്യണം, എങ്കിൽ മാത്രമേ പഴയ പോലെ എന്റെ ശക്തികൾ എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. മങ്കി കിങ് ആ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെ പോയി കാണുന്നുണ്ട്. അയാളോട് കിങ് ഒരു കോഡ് വേർഡ് പറയാണ്. പുള്ളി ഇപ്പോൾ ഇവരെ കൂട്ടിയിട്ട് ഒരു ചെറിയ ഗുഹ പോലത്തെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കാണാനായിട്ട് ഇത് ചെറിയൊരു ഗുഹയായിരുന്നെങ്കിലും അതിനു പിന്നില് ഒരു വലിയ ലോകം തന്നെ ഉണ്ടായിരുന്നു. അവിടെ വർഷങ്ങളായിട്ട് ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട്. അപ്പൂപ്പന് കിങ്ങിനെ കണ്ട സമയത്ത് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ശരീരം മുഴുവനും ഇപ്പോൾ അശുദ്ധമായിരിക്കുകയാണല്ലേ, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നീ എത്തിയിട്ടുള്ള സ്ഥലം ശരി തന്നെയാണ്, എന്നാൽ നീ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു റിസ്ക് തന്നെയാണ്. ആ തീയുടെ ശക്തി ഭയങ്കര പവർഫുൾ ആണ്. അതിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കിതിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ മരിച്ചു പോകും. എന്നാ മങ്കി കിങ് പറയുന്നു, എന്റെ മാസ്റ്ററിന് വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ട്, എനിക്ക് മാസ്റ്ററിനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇവിടെ ആകാശത്തായിട്ട് വലിയൊരു ഇരുമ്പിന്റെ ബോളുണ്ട്. കിങ് ഇപ്പോൾ അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ മാസ്റ്റർ അപ്പൂപ്പൻ പുള്ളിയുടെ ശക്തികൾ ഉപയോഗിച്ചിട്ട് ഈ ബോള് ആക്ടിവേറ്റ് ചെയ്യാണ്.
അതിൻ്റെ ഉള്ളിൽ അതിഭീകരമായിട്ടുള്ള തീ ഉണ്ടാകുന്നുണ്ട്. ആ തീയിൻ്റെ ചൂടാണെന്നുണ്ടെങ്കിൽ മങ്കി കിങ്ങിന് സഹിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പൂപ്പനോട് പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ അവനെ പുറത്തേക്ക് ഇറക്ക്, അവന് ഇത് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അപ്പൂപ്പൻ അതൊട്ടും കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. പുള്ളി വീണ്ടും വീണ്ടും ആ ഒരു പവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിന് ശേഷം ഈ ഒരു ഇരുമ്പ് ബോള് മുഴുവനായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ ഒരു പുകയൊക്കെ കെട്ടടങ്ങിയതിനു ശേഷം നമ്മൾ നോക്കുമ്പോൾ കിങ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ മങ്കി കിങ്ങിന്റെ മുഴുവൻ ശക്തികളും ആശാന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിക്കുക, അവൻ എത്രയും വേഗം വാങ്ങിന്റെ അടുത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ടല്ലോ. ശക്തികൾ കിട്ടിയ ഉടനെ തന്നെ ഹീറോയിനെ അവിടെ വിട്ടിട്ട് വാങ്ങിനെ അടിച്ചു കൂട്ടാനായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തോടെ മങ്കി കിങ് ആകാശത്തേക്ക് പറന്നു പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് മങ്കി കിങ്ങിനെയാണ് കാണിക്കുന്നത്. പുള്ളി ഇപ്പൊ ചീച്ചി മുള്ളാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഒറിജിനൽ മങ്കി കിങ് അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. ഇവന്മാര് തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ വെച്ചിട്ട് അതിഭീകരമായിട്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മാസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവന്മാരെ കണ്ടിട്ട് മാസ്റ്ററിനെയും കിളി പോവാണ്. നിങ്ങൾ ആരാടാ ശരിക്കും കിങ് എന്നിങ്ങനെ മാസ്റ്റർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂട്ടിയിട്ട് ഞാനാണ് മാസ്റ്റർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് വീണ്ടും അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയിനും അവിടേക്ക് എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവളിപ്പോ ഓടിപ്പോയിട്ട് വാങ്ങിനെ കെട്ടിപ്പിടിക്കുകയാണ്. നിനക്ക് എന്നെ ഓർമ്മയില്ലേ എന്നൊക്കെ അവളിപ്പോ ചോദിക്കുന്നുണ്ട്. വാങ്ങ് പണ്ടിവൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലോക്കറ്റ് അവളിപ്പോ വാങ്ങിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ വാങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ നീ ഏതാന്ന് പറഞ്ഞിട്ട് അവളെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇവർ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ മാസ്റ്റർ രണ്ടുപേരെയും പിടിച്ചു വെക്കുകയാണ്. ഞാൻ നിങ്ങളെ നേരെ ഗോൾഡൻ മൗണ്ടനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവാണ്. അവിടെ ജനന മരണങ്ങളെക്കുറിച്ച് എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ഒരു ദിവ്യശക്തിയുള്ള ജീവിയുണ്ട്. അതിന് മുന്നിൽ പോയി നിന്നാല് നിങ്ങൾ ആരാണ് ഒറിജിനൽ എന്ന് അത് പറഞ്ഞു തരും. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് ആ ഗോൾഡൻ മൗണ്ടനിലേക്ക് പോവാണ്. ഇങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചിട്ട് ഇവരെല്ലാവരും തന്നെ ഗോൾഡൻ മൗണ്ടന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗുരു പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി മുകളിലേക്ക് പോ. അവിടെ ചെന്നിട്ട് ആ ഒരു സത്യം അതെന്താന്നുള്ളത് മനസ്സിലാക്കി തിരിച്ചു വന്ന് പറയാണ്. ഇപ്പൊ ഹീറോയിനെ നോക്കിയിട്ട് മങ്കി കിങ് പറയുന്നുണ്ട്, ഇവള് അസുരഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇവളുടെ കൂടെ മാസ്റ്ററിനെ തനിച്ചു വിട്ടിട്ട് ഞാൻ എങ്ങനെ സമാധാനമായിട്ട് പോവാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നെ തനിച്ചു വിട്ടിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും വരാന്ന് ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും ചേർന്നിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് പറന്നു പോവാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ മലയുടെ മണ്ടയ്ക്ക് 100 വർഷമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. പുള്ളി ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് മങ്കി കിങ് ആശാന്റെ മേത്തേക്ക് ഒരു കല്ലെടുത്തെറിയാണ്. ഇപ്പോ അപ്പൂപ്പൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. മക്കളെ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പുള്ളി വിളിച്ചു പറയാണ്. നിങ്ങൾക്ക് ആരാണ് ഒറിജിനൽ മങ്കി കിങ് എന്ന് അറിയണല്ലേ, അതിനല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ വാങ്ങ് പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആ ദിവ്യശക്തിയുള്ള മൃഗം അത് എവിടെയാണ് എന്നിങ്ങനെ വാങ്ങ് ചോദിക്കുകയാണ്. ഇപ്പോ അപ്പൂപ്പൻ അവർ രണ്ടുപേരെയും തോളത്ത് കയറ്റിട്ട് മെല്ലെ ആ ഒരു കൊക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു മൃഗം എവിടെയാന്നുള്ളത് അറിയണമല്ലേ? ഓക്കെ എന്നാൽ താഴേക്ക് പോകുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പോൾ ആ കൊക്കയിലേക്ക് തള്ളിയിടാണ്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ ഷോക്കായിട്ട് അപ്പൂപ്പ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത്, എന്തിനാ അവരെ താഴേക്ക് തള്ളിയിട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പൂപ്പൻ ഹീറോയിന്റെ നേരെ തിരിയുന്നുണ്ട്. നിനക്ക് സത്യം എന്താണെന്ന് അറിയണ്ടേ, അപ്പൊ കുറച്ചു നേരം ക്ഷമിക്കുക. ഈ കൊക്കയിലേക്ക് വേണ്ടിയുള്ള യുവമാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ചുറ്റും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ ആ ഒരു ഭാഗത്തു കൂടെയൊക്കെ അങ്ങനെ നടക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അതിഭീകരനായിട്ടുള്ള ഒരു മൃഗം ഇവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നുണ്ട്. ഇവരും അതിന്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മൃഗമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പുറകെ തന്നെ ഓടി വന്നിട്ട് ഇവന്മാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരിപ്പോ അതിനോട് ഫൈറ്റ് ചെയ്തിട്ട് പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മൃഗം ഇവരെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും പ്രത്യേകിച്ചൊന്നും ബലമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ടുപേരും ആ ഒരു മങ്കി കിങ്ങിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ആ ഒരു ശക്തികൾ മുഴുവൻ പുറത്തെടുത്തിട്ട് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് ഈ ഒരു മൃഗത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ കയ്യിൽ മങ്കി കിങ്ങിന്റെ ആ ഒരു ചെങ്കോലുണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ട് ആ ഒരു ഭീകര ജന്തുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ സമയത്തിന് ശേഷം വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇതില് ഈ ഒരു ഭീകര ജീവി അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോ ഇവര് അതിനെ എടുത്തിട്ട് മെല്ലെ മേലേക്ക് വരികയാണ്. നോക്കുന്ന സമയത്ത് അത്രയും വലുപ്പം ഉണ്ടായിരുന്ന ഈ ഒരു ജീവി ചെറിയൊരു നായക്കുട്ടീനെ പോലെ ആയിട്ടുണ്ട്. അതിന് നേരെ മുത്തശ്ശൻ നമ്മുടെ ഹീറോയിന്റെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. നിനക്കല്ലേ ഇവരിൽ ആരാണ് ഒറിജിനൽ എന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ ഒരു മൃഗം ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ താഴേക്ക് പോയിക്കോന്ന് മുത്തശ്ശനിപ്പോ വാങ്ങിനോടും മങ്കി കിങ്ങിനോടും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇവരുടെ ഒരു മാസ്റ്ററിന്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു അസുരന്മാരുടെ മാസ്റ്ററിലെ അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. അവൻ നേരെ ആ ഒരു രാക്ഷസിയെ കാണാനായിട്ട് വന്നതാണ്. അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് ഈ രാക്ഷസി അവന്റെ കയ്യിലേക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോക്സ് കൊടുക്കുകയാണ്. ഇവിടുന്ന് കട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ആ ഒരു മൃഗം ആരാണ് ശരിക്കുള്ള മങ്കി കിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയിനും അങ്ങോട്ടേക്ക് എത്താണ്. അവളിപ്പോ നേരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന വാങ്ങിന്റെ അടുത്തേക്ക് പോവാണ്. എനിക്കിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്, നീയാണ് വാങ്ങ്.
മര്യാദയ്ക്ക് എന്റെ കൂടെ വാ എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ അവന് നല്ല രീതിയിൽ ഷോക്കാവാണ്. അവനത് തീരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഹീറോയിൻ പറയാണ്, നീ പണ്ട് എന്നെ രക്ഷിക്കാനായിട്ട് ആ ഒരു രാക്ഷസിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവളുടെ ആ ഒരു സ്വാധീനത്തിലാണ് നിനക്ക് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയത്. നീ ഞാൻ പറയുന്നത് കേക്ക്, നീയാണ് വാങ്ങ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ അവന് ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. ദേഷ്യം വന്നിട്ടുള്ള അവനാണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ അടിക്കാനായിട്ട് കൈ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഒരു മാന്ത്രിക കവചം വന്നിട്ട് അവനെ വരിഞ്ഞു മുറുക്കാണ്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ജിയാനായിരുന്നു. ജിയാൻ വന്നിട്ട് വാങ്ങിനോട് പറയുന്നുണ്ട്, നീ സ്വർഗത്തിലെ നിയമങ്ങളെല്ലാം തെറ്റിച്ചു, അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് ഞാൻ. അങ്ങനെ ഇവനാണ് മങ്കി കിങ് എന്ന് വിചാരിച്ചിട്ട് വാങ്ങിനെയും കൂട്ടിയിട്ട് ജിയാൻ സ്വർഗത്തിലേക്ക് പോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഹീറോയിൻ വാങ്ങിനെ പറ്റിയിട്ട് അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെ മങ്കി കിങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ പറയാണ്, നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ രക്ഷിക്കാനെന്നല്ലേ, പക്ഷെ എനിക്കതിൽ പരാതിയൊന്നുമില്ല. നീ ശരിക്കും ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. ഇപ്പൊ അവള് വളരെ സ്നേഹത്തോടെ മങ്കി കിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവന്റെ ആ ഒരു ഹുഡി മെല്ലെ അഴിച്ചു മാറ്റാണ്. ഈ ഹുഡി ഇല്ലാതെയാണ് നിന്നെ കാണാൻ ഭംഗി എന്നൊക്കെ വളരെ സ്നേഹത്തോടെ നമ്മുടെ കിങ്ങിനോട് പറയാണ്. ഇപ്പൊ നമ്മുടെ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ആ ഒരു മന്ത്രവാടിയില്ലേ, അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് മങ്കി കിങ്ങിനെ വിളിച്ചിട്ട് ഇത് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും അവിടെ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പോ ഹീറോയിൻ പറയുന്നുണ്ട്, ഇനി ഞാനും നിങ്ങളുടെ ടീമിൽ ഒരാളല്ലേ, നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ചെറുതായിട്ട് രണ്ടെണ്ണം അടിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പണ്ടത്തെ മങ്കി കിങ് ആയിരുന്നെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും സമ്മതിക്കില്ലായിരുന്നു. എന്നാൽ ഹീറോയിൻ നേരത്തെ അവനോട് കുറച്ച് സ്നേഹത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് മങ്കി കിങ് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ എല്ലാവരും നമ്മുടെ ഹീറോയിൻ നൽകിയിട്ടുള്ള ആ ഒരു ലിക്കർ കഴിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ മാത്രം അത് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ സ്വർഗത്തിലാണുള്ളത്. അവിടെ ജിയാൻ അവനെ വലിയൊരു തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോ വാങ്ങിന്റെ അടുത്തേക്ക് ജിയാൻ വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ ആ ഒരു കഥ പറയാണ്. ഈ സ്വർഗത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. ജിയാന്റെ ചെറിയ പ്രായത്തില് അവന്റെ അമ്മയെ കൊന്നത് നമ്മുടെ മങ്കി കിങ് ആണ്. സോ ഇവിടെ കെട്ടിയിട്ടേക്കുന്നത് മങ്കി കിങ്ങിനെയാണെന്ന് വിചാരിച്ചിട്ട് ജിയാൻ അവന്റെ ആ ഒരു ദേഷ്യം തീർക്കുകയാണ്. വാങ്ങിനെ അവനെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ മാസ്റ്റർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മന്ത്രവാടി നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. തലേ ദിവസം രാത്രി ലിക്കർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഹീറോയിനെയും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. രണ്ടും കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോ ഹീറോയിൻ തന്നെയാണ് അത് അടിച്ചു മാറ്റിയെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. ഇപ്പൊ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവള് അധിക ദൂരമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സോ മങ്കി കിങ് വളരെ ഈസി ആയിട്ട് തന്നെ അവളെ കണ്ടുപിടിക്കുകയാണ്. നീ മര്യാദയ്ക്ക് ആ ഒരു മന്ത്രവാടി എനിക്ക് തിരിച്ചു തരുന്നുണ്ടോ? ഞാൻ നിന്നെ ഉപദ്രവിക്കാതിരിക്കാനായിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത്. മര്യാദയ്ക്ക് അത് തിരിച്ചു കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇവൻ വിചാരിച്ച പോലെ തന്നെ അത്ര ഈസി ആയിട്ട് ഹീറോയിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തില് കിങ് ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ഹീറോയിനെ പഞ്ച് ചെയ്ത് തെറിപ്പിക്കുന്നുണ്ട്. അവൾ എയറിലൂടെ അങ്ങനെ പോകുന്ന ആ ഒരു സമയത്ത് കിങ് ഇവളുമായിട്ട് പണ്ട് ചെലവഴിച്ചിട്ടുള്ള ആ ഒരു സമയവും കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ഇവനോട് സ്നേഹത്തോടെ സംസാരിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. കിങ്ങിനിപ്പോ അവന്റെ മനസ്സിൽ ആ ഒരു കുറ്റബോധം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ചാടി എണീക്കുന്നുണ്ട്. അവളുടെ ശക്തികളെല്ലാം ഉപയോഗിച്ചിട്ട് അവളിപ്പോ കിങ്ങിനെ അവിടെ കെട്ടിയിടുകയാണ്. അതിനുശേഷം ആ മന്ത്രവാടി എടുത്തിട്ട് അവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ശരീരത്തിൽ തീരെ ശക്തി ഉണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം നടന്നതിന് ശേഷം അവൾ നിലത്തേക്ക് വീഴാണ്. ഈ ഒരു സമയത്തേക്കും കിങ് അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന കെട്ടെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ താങ്ങി അവന്റെ മടിയിൽ കിടത്താണ്. നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് മരിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ കിങ് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. അവളിപ്പോൾ വാങ്ങനോടാണ് സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ കിങ്ങിനോട് പറയുന്നുണ്ട്. നീ എന്നെ ആ ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അവിടെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാന്നൊക്കെ നീ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നീ എന്നോട് കള്ളം പറഞ്ഞു, നീ എന്നെ പറ്റിച്ചു എന്നൊക്കെ ഓരോ പിച്ചും പേയും പറഞ്ഞിട്ട് വാങ്ങ് ഇവൾക്ക് പണ്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ലോക്കറ്റ് എടുക്കുകയാണ്. അതിപ്പോ കിങ്ങിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഹീറോയിൻ അവിടെ വെച്ച് മരിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ കിങ് പൊട്ടി കരഞ്ഞു പോവാണ്. ഇതിനിടയിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന മാസ്റ്ററിന്റെ ആ ഒരു മന്ത്രവടിയില്ലേ, അത് ജ്വലിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാസ്റ്ററിന് എന്തോ അപകടം സംഭവിച്ചു എന്നുള്ളത് കിങ്ങിനിപ്പോ മനസ്സിലാവുകയാണ്. അവനിപ്പോ ഈ മന്ത്രവാടിയായിട്ട് വേഗം മാസ്റ്ററിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ അസുരന്മാരുടെ ആ ഒരു ലീഡർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവര് മൂന്നുപേരെയും തന്നെ ഈ അസുരന്മാരുടെ ലീഡർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ കിങ് മന്ത്രവാടിയുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. മര്യാദയ്ക്ക് നീ അവരെ അഴിച്ചു വിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുന്നെ കിങ് ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. ലീഡർ പറയുന്നു, നീ ഒരു ദ്രോഹിയാണ്. നിന്നെ മാത്രം വിശ്വസിച്ചു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പെണ്ണിനെ നീ കൊന്നു കളഞ്ഞില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിങ്ങിന് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. കിങ് പറയാണ്, മാസ്റ്റർ നിങ്ങൾ ഇവനെ വിശ്വസിക്കരുത്, ഇവൻ പറയുന്ന എല്ലാം കള്ളാണ്, ഞാനാണ് ഒറിജിനൽ മങ്കി കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ ലീഡറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞു വരാണ്. ഇതേ സമയത്ത് തന്നെ ലീഡർ ആ ഒരു രാക്ഷസി കൊടുത്തിട്ടുണ്ടായിരുന്ന ബോക്സ് തുറന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള കണ്ണാടി പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അത് നേരെ നമ്മുടെ മങ്കി കിങ്ങിനെ നേരെ കാണിക്കുകയാണ്. ഇപ്പോഴാണ് ആ ഒരു ടെസ്റ്റ് കാണിക്കുന്നത്. ഈ കണ്ണാടിയിൽ മങ്കി കിങ്ങിന്റെ റിഫ്ലക്ഷൻ അടിച്ച സമയത്ത് തന്നെ അവന്റെ ഒരു കാര്യം മനസ്സിലാവാണ്. ഇവൻ ശരിക്കുള്ള മങ്കി കിങ് അല്ല, ഇവൻ വാങ്ങാണ്. ജിയാൻ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ഒറിജിനൽ മങ്കി കിങ്ങിനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഹീറോയിൻ എന്തിനായിരിക്കും ഇവനാണ് ഒറിജിനൽ മങ്കി കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ഇവൻ വാങ്ങാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ മങ്കി കിങ് ഇവനെ കൊന്നുകളയില്ലേ.
അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിൻ ആളെ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കണ്ണാടിയിൽ നിന്നും വന്ന പവർ അടിച്ച സമയത്ത് തന്നെ വാങ് അവന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറാണ്. ഈ ഒരു രൂപം കണ്ടിട്ടും അവനിപ്പോ ഞാനാണ് മങ്കി കിങ്, ഇവൻ വെറുതെ നുണ പറയുന്നതാണ് എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ മാസ്റ്ററിനോട് വിളിച്ചു പറയുന്നുണ്ട്. ഈ ഒരു സമയപ്പത്തേക്കും വാങ്ങിന്റെ ആ ഒരു ശക്തിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലീഡർ ഇവൻ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ അസുരഗണത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ്, നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ ഗ്യാങ്ങിൽ വന്ന് ചേരുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ വാങ്ങാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോ മാസ്റ്റർ അങ്ങോട്ടേക്ക് വരാണ്. അവനൊന്നും ചെയ്യല്ലേ, നിങ്ങൾക്ക് ഈ ഒരു മന്ത്രവടിയല്ലേ വേണ്ടത്, ഇതാ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ ആ ഒരു മന്ത്രവടി നമ്മുടെ ലീഡറിന് കൊടുക്കുകയാണ്. വാങ്ങാണെന്നുണ്ടെങ്കിൽ അത് അവന് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ട്. എന്നാൽ മാസ്റ്റർ ഇതൊന്നും കേൾക്കാതെ തന്നെ ലീഡറിന്റെ മന്ത്രവടി കൈമാറുന്നുണ്ട്. ഇപ്പൊ വാങ്ങാണെന്നുണ്ടെങ്കിൽ മാസ്റ്ററിന്റെ കാലിൽ വീഴാണ്. എന്നിട്ട് ഞാൻ ശരിക്കും ആരാ, എനിക്ക് എന്താ സംഭവിച്ചത്, ഞാൻ ശരിക്കും മങ്കി കിങ് തന്നെയല്ലേ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ മാസ്റ്റർ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ മന്ത്രവടി ഒരു മലയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ രാക്ഷസന്മാർ മുഴുവൻ നശിച്ചു പോവും. ആ സ്ഥലത്തേക്ക് നമ്മുടെ അസുരന്മാരുടെ ലീഡർ വന്ന് നിൽക്കുന്നുണ്ട്. ജിയാൻ അന്ന് വന്നിട്ട് ലീഡറിനെ അന്ന് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കാര്യമൊക്കെ പുള്ളിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. ലീഡർ ഇപ്പോൾ ആ വടിയിൽ നിന്നും ഇതിന്റെ മാന്ത്രിക ശക്തി അടങ്ങിയിട്ടുള്ള ആ ഒരു കോറ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ശക്തി മുഴുവനും അവന്റെ ശരീരത്തിലേക്ക് ലീഡർ ആവാഹിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പുള്ളി അതിഭീകരമായിട്ട് പവർഫുൾ ആയി മാറിയിരിക്കുകയാണ്. അതിനുശേഷം സ്വർഗത്തിലുള്ള ജിയാങ്ങിനെ ഒരു യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാങ്ങനെയാണ് കാണിക്കുന്നത്. അവനിപ്പോ ഒരു വിധത്തില് ആ ഒരു രാക്ഷസിയുടെ അടുത്തേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ആരാ, എനിക്ക് എന്താ സംഭവിച്ചത്, രാക്ഷസി ഇപ്പൊ പറയുന്നുണ്ട്. ഹീറോയിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാനാണ് നിന്നെ മങ്കി കിങ് ആക്കി മാറ്റിയത്. നീ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഞാൻ അവളുടെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ ഞാൻ നിനക്ക് തന്നിട്ടുള്ള വാക്ക് പാലിച്ചിട്ടുണ്ട്. എന്നാൽ അസുരന്മാരെല്ലാവരും അത്ര നല്ല ആളുകളല്ല. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത്രവടി ആവശ്യമായിരുന്നു. എന്നാൽ അസുരന്മാരുടെ ലീഡർ അതിന്റെ കോറ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അടിയിടിയൊന്നും വേണ്ട, സമാധാനമാണ് വലുത് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ പറയാണ്, ഹീറോയിൻ പറഞ്ഞതുപോലെ നീ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യേ എന്നിങ്ങനെ ആ ഒരു രാക്ഷസി ഇപ്പൊ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ രാക്ഷസി ഹീറോയിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഓർമ്മകളും വാങ്ങിന്റെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ മങ്കി കിങ്ങിനെ അവിടെ വലിയൊരു തൂണിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവന്റെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിട്ടാണുള്ളത്. ഇപ്പോൾ ഈ ഒരു സമയത്തേക്കും മങ്കി കിങ്ങിന്റെ മാസ്റ്ററും ആ ഒരു സഖാ വോൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള മലയ്ക്ക് മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അസുരന്മാരുടെ ലീഡർ ഇപ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ട്. അവൻ ജിയാങ്ങിനോട് ഫൈറ്റ് ചെയ്യുന്നതിനായിട്ട് മുന്നോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജിയാനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്താ ലീഡറെ, നിനക്കന്ന് കിട്ടിയൊന്നും പോരെ, ഇനി നീ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വരികയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ജിയാനും മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ലീഡറിന് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ഞാൻ ഇനി നിന്റെ അടി വാങ്ങിച്ചു കൂട്ടാനല്ല വന്നിട്ടുള്ളത്, കിട്ടിയതൊക്കെ തിരിച്ചു തരാനാണെന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ മുന്നോട്ടേക്ക് പറക്കാണ്. അവന്റെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ശക്തികൾ ഉപയോഗിച്ചിട്ട് ജിയാനെ അവൻ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇവൻ ഇത്രയും പവർഫുൾ ആയതുകൊണ്ട് തന്നെ ജിയാന് അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലീഡർ ഇപ്പോൾ ജിയാനെ അടിച്ചിട്ട് ആ ഒരു ഭിത്തിയും തെറിപ്പിച്ച് പുറത്തേക്ക് വന്ന വീഴാണ്. അവസാനമായിട്ട് ലീഡർ ഇപ്പോൾ ജിയാന്റെ നെഞ്ചത്തേക്ക് എന്ന് ചവിട്ടുന്നുണ്ട്. നിന്നെ ഇതോടെ ഞാൻ തീർക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ലീഡർ അവന്റെ ആ ഒരു ആയുധം എടുത്ത് പൊക്കാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ വാങ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആ രാക്ഷസിയുടെ സഹായത്തോടെ അവൻ വീണ്ടും മങ്കി കിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവന്റെ ചെങ്കോല് പറന്നു വന്നിട്ട് ഈ ലീഡറിനെ അറ്റാക്ക് ചെയ്യാണ്. ഇത് കണ്ടിട്ട് ഷോക്കായിട്ടുള്ള ലീഡർ പറയാണ്, നീ അസുരഗണത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ്, നീ എന്തിനാ ഇവരുടെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ പണി വാങ്ങിച്ച് കൂട്ടാൻ നിൽക്കുന്നത്, മര്യാദയ്ക്ക് വന്നിട്ട് നമ്മുടെ ഗ്യാങ്ങിലേക്ക് ചെയ്ത് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് ഇപ്പോൾ വാങ് പറയുന്നുണ്ട്, ഇപ്പോഴെനിക്ക് നല്ലത് എന്താണ് ചെയ്തത് എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത്, നിന്നെ കൊല്ലാതെ അടങ്ങിലിടാന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ മുന്നോട്ടേക്ക് തന്നെ വരികയാണ്. ഇത് കണ്ടിട്ട് ഷോക്കായിട്ടുള്ള ലീഡർ ആ രാക്ഷസി കൊടുത്തിട്ടുള്ള കണ്ണാടി വീണ്ടും പുറത്തെടുക്കുന്നുണ്ട്. അത് നമ്മുടെ വാങ്ങിന് നേരെ അടിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ജിയാൻ ചാടി എണീക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അവന്റെ ശക്തികൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു കണ്ണാടി നശിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള ആ ഒരു ലീഡറാണെന്നുണ്ടെങ്കിൽ ജിയാന്റെ കഴുത്തിലേക്ക് തന്നെ കയറി പിടിക്കുന്നുണ്ട്. അവനെ എടുത്തിട്ട് മുന്നിലുണ്ടായിരുന്ന കൊക്കയിലേക്ക് വലിച്ചെറിയാണ്. ഇപ്പൊ ഫൈറ്റ് നടക്കുന്നത് വാങ്ങും ഈ ഒരു ലീഡറും തമ്മിലാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു തൂണിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒറിജിനൽ മങ്കി കിങ് ഇല്ലേ, അവൻ മെല്ലെ മെല്ലെ ആ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലീഡർ ഇയാളുടെ കയ്യിലുള്ള ആ ഒരു മന്ത്രവാടിയുടെ ശക്തികൾ ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്ലുകളെല്ലാം ഒരുമിച്ച് ചേർക്കാണ്. അതിനുശേഷം വാങ്ങിനെ അവൻ അത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് അടിച്ചിട്ട് വാങ്ങ് തെറിച്ച് ആ ഒരു കൊക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു കൈ വന്നിട്ട് അവനെ പൊക്കിയെടുക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ഒറിജിനൽ മങ്കി കിങ് ആയിരുന്നു. അവനിപ്പോ ഒരു വിധത്തിൽ അവിടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്താ വാങ്ങേ, നിനക്ക് ഒറ്റയ്ക്ക് അവനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലേ, ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, ഇനി നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവനെ പുഴുങ്ങിയെടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ആ ലീഡറിനെ അറ്റാക്ക് ചെയ്യാണ്. ലീഡറിനും ഇപ്പോൾ ഇവരെ രണ്ടുപേരുടെയും ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ലീഡറിനെ തൂക്കിയെടുത്തിട്ട് ആ ഒരു കൊക്കയിലേക്ക് എറിയാണ്. ആള് മരിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ആ കൊക്കയ്ക്കുള്ളിൽ നിന്നും വലിയ സൈസിൽ ഒരു രാക്ഷസൻ ഇവരുടെ മുന്നിലേക്ക് പൊങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. ഈ രാക്ഷസന്റെ രൂപത്തിലേക്ക് മാറിയത് അത് മറ്റാരും ആയിരുന്നില്ല, താഴേക്ക് തെറിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ലീഡർ തന്നെയായിരുന്നു. നമ്മുടെ മങ്കി കിങ്സിനെ കൊല്ലാനായിട്ട് അതിഭീകരമായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു ലീഡർ
ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു മങ്കി കിങ്ങിലെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഓരോരോ മലയിലേക്കും മാറി മാറി ചാടുന്നുണ്ട്. അതിനുശേഷം ആകാശത്തേക്ക് പറന്നുയരാണ്. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെങ്കോല് അത് ഒരുപാട് വലിയ സൈസിലേക്ക് അവന് മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു ചെങ്കോല് അതിഭീകരമായിട്ടുള്ള രീതിയിൽ വലുതാക്കിയിട്ട് പർവ്വതം പോലെയുള്ള ഈ രാക്ഷസന്റെ നെഞ്ചിലേക്ക് എന്നെ എറിഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചെങ്കോല് അത് ഈ രാക്ഷസനെ തടയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ അവന്റെ നെഞ്ചു വഴി ഇറങ്ങാണ്. അങ്ങനെ രാക്ഷസൻ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ നോർമൽ ആയിട്ടുണ്ട്. നമ്മുടെ വാങ്ങിപ്പോ മാസ്റ്ററിന്റെ ആ ഒരു മന്ത്രവടി കയ്യിലെടുത്തിട്ടുണ്ട്. അതിപ്പോ വീണ്ടും ഒന്നു ചേർത്തിട്ട് ആ ഒരു മലയ്ക്ക് മുകളിലായിട്ട് സ്ഥാപിക്കുകയാണ്. ഇനി അധികം വൈകാതെ ഇവിടെയുള്ള എല്ലാ രാക്ഷസന്മാരും നശിക്കാൻ പോവാണ്. മരിക്കാനായി അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ലീഡർ ഇപ്പോഴും നമ്മുടെ വാങ്ങനോട് പറയാണ്, നിനക്ക് ഇപ്പോഴും തിരിച്ചു ചിന്തിക്കാനായിട്ടുള്ള സമയമുണ്ട്. ആ ഒരു മന്ത്രക്കൊല അവിടെ നിന്ന് എടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു വലിയ ഹീറോയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മങ്കി കിങ്ങിനെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ വാങ്ങ് പറയുന്നുണ്ട്, ഞാൻ ഹീറോയൊന്നുമല്ല, ഈ മങ്കി കിങ് ആണ് ശരിക്കുള്ള ഹീറോ, എല്ലാം ഇപ്പോൾ അവസാനിക്കാൻ പോവാണ് എന്നിങ്ങനെ വാങ്ങ് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആ മാന്ത്രിക വടി ഇപ്പോൾ ആക്റ്റീവായിട്ട് അതിൽ നിന്നും ഒരുപാട് പവേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന വില്ലൻ നശിച്ചു പോവാണ്. അവൻ മാത്രമല്ല രാക്ഷസിയും അവരുടെ ഗ്യാങ്ങിൽപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ മരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ വാങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും മെല്ലെ മെല്ലെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മങ്കി കിങ് ഓടി വന്നിട്ട് നമ്മുടെ വാങ്ങനെ പിടിച്ച് അവനെ മടിയിലേക്ക് കിടത്തുന്നുണ്ട്. നീ മരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, നീ എപ്പോഴും എന്റെ കൂടെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഹീറോ ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ അവൻ ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയാണ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്കായിട്ട് ഒരു സർപ്രൈസ് കൂടി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഒരു ഗ്രാമത്തിലേക്ക് പോകണം, അവിടെ ജീവിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു ഗ്രാമത്തിലൂടെ ഒരാളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ വാങ്ങായിരുന്നു. അത് അടുത്ത ജന്മത്തിൽ അവൻ മനുഷ്യനായിട്ടായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ സമയത്ത് തന്നെ ഇവന്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്നും അറിയാതെ ഒരു പ്രതിമ താഴേക്ക് വീഴാണ്. അതെന്താ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയപ്പോൾ അത് എടുക്കുന്നുണ്ട്. അത് ഹീറോയിന് പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ലോക്കറ്റ്, അത് തന്നെയായിരുന്നു. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു. അവളും ഈ ഒരു ഗ്രാമത്തിൽ മനുഷ്യനായിട്ട് വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞ ജന്മത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാലും ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ അവർക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യാണ്. അതൊരു പ്രണയമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയാലും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.